ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളക് കൊണ്ടൊരു ഡിഷാണ്, മുളക് അച്ചാർ. അതിന് വേണ്ടത് പുളി, തേങ്ങാപ്പാൽ, മുളക്. എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു മുളകാണിത്. ഇത് പെട്ടെന്ന് അച്ചാർ റെഡിയാക്കാം. ഞാൻ അച്ചാറിടാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പ് പുളിയുടെ വെള്ളമാണ്. പുളിവെള്ളം ഒഴിച്ച് അതിലേക്ക് മുളക്, ഞാൻ നെറ്റിയൊക്കെ കളഞ്ഞ് വെച്ച നല്ല വൃത്തിയാക്കി വെച്ച മുളകുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പാണ് വേണ്ടത്, 1/2 ടീസ്പൂൺ ഉപ്പ്. അത് ആവശ്യത്തിന് എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പിടുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അത് നന്നായി മിക്സാക്കി ആ പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ആ മുളകിലേക്ക് ചേർന്ന് മുളകൊന്ന് വേവാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി മിക്സാകട്ടെ അതിലിരുന്നിട്ട്. എന്നിട്ട് വെന്തതിന് ശേഷം തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണിത്. അത് തേങ്ങാപ്പാലിൽ അധികം വെള്ളമാക്കാതെ കട്ടിയിൽ എടുത്ത തേങ്ങാപ്പാലാണത്. തേങ്ങാപ്പാൽ ഇങ്ങനെ തിളച്ച് വരും, ഒരുവിധം തിളച്ചിങ്ങനെ വരുന്നതിന് ശേഷം ഞാൻ 2 ടീസ്പൂൺ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ പൊടിയാണ്, അരിപ്പൊടി. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. അരിപ്പൊടി എടുത്തിട്ട് അത് മിക്സാക്കി, നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് ചേർക്കണം. അതിലേക്ക് തിളച്ച് വരുന്ന ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിലേക്ക് ഞാൻ ഈ പൊടിയും മിക്സാക്കി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് പൊട്ടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടെടുത്ത് കട്ടക്കാക്കി നല്ലൊന്ന് തിളച്ചാൽ നല്ല കട്ടിയുള്ള അച്ചാറായി. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല കട്ടിയുള്ള അച്ചാറാവും. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഞാനൊരു ചട്ടി വേറെ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട്, കടുകിൻ്റെ കൂടെ ഉലുവയും കടുകാണ് ഞാൻ ഇട്ടത്. അതിലേക്ക് ഉലുവയിട്ട് വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും അത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് മുരിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്നും കൊണ്ട് മുരിപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അച്ചാർ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു അച്ചാറാണ്. സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. എരിവിന് വേണമെങ്കിൽ ആ മുളക് ഇങ്ങനെ ഒരതിക്കിയാൽ മതി. ആവശ്യമുള്ളവർക്ക്, എരിവ് വേണ്ടവർക്ക്, എല്ലാവർക്കും അങ്ങനെ കഴിക്കുക. ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. ഞാൻ നല്ല കപ്പയ്ക്കാണ് ഈ അച്ചാർ ഉണ്ടാക്കിയത്. അതിലേക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടും അച്ചാർ എന്ന് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പുതിയ വീഡിയോയുമായി ഇനിയും വരും. എല്ലാവർക്കും താങ്ക് യു.